അമേരിക്കയും ചൈനയും തമ്മിലുള്ള വ്യാപാര യുദ്ധം ആഗോള സാമ്പത്തിക രംഗത്ത് കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി അനിശ്ചിതത്വത്തിന്റെ കരിനിഴൽ വീഴ്ത്തിയ ഒരു പ്രധാന വിഷയമാണ്. ലോകത്തിലെ ഏറ്റവും വലിയ രണ്ട് സാമ്പത്തിക ശക്തികൾ തമ്മിലുള്ള ഈ ഏറ്റുമുട്ടൽ താരിഫ് വർധനവുകളിലൂടെയും വ്യാപാര നിയന്ത്രണങ്ങളിലൂടെയുമാണ് മുന്നോട്ടു പോയത്. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭരണകൂടം അമേരിക്കൻ വ്യവസായങ്ങളെയും തൊഴിലവസരങ്ങളെയും സംരക്ഷിക്കുന്നതിനായി ചൈനയുടെ വ്യാപാര രീതികൾക്കെതിരെ കടുത്ത നിലപാട് സ്വീകരിച്ചതോടെയാണ് സംഘർഷം രൂക്ഷമായത്. ബുദ്ധിപരമായ സ്വത്തവകാശ മോഷണം, നിർബന്ധിത സാങ്കേതിക കൈമാറ്റം, അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് ചൈനീസ് വിപണിയിൽ ഏർപ്പെടുത്തിയിരിക്കുന്ന തടസ്സങ്ങൾ എന്നിവയായിരുന്നു യുഎസിന്റെ പ്രധാന ആരോപണങ്ങൾ. ഇതിന് മറുപടിയായി ചൈനയും അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് അധിക താരിഫുകൾ ചുമത്തി. ഈ വ്യാപാര യുദ്ധം ഇരു രാജ്യങ്ങളുടെയും സമ്പദ് വ്യവസ്ഥകളെ മാത്രമല്ല ആഗോള വിതരണ ശൃംഖലകളെയും കാര്യമായി ബാധിച്ചു. നിരവധി രാജ്യങ്ങളിലെ ഉപഭോക്താക്കൾക്ക് ഉൽപ്പന്നങ്ങൾക്ക് ഉയർന്ന വില നൽകേണ്ടി വന്നു. കൂടാതെ വ്യവസായങ്ങളുടെ വളർച്ചാ നിരക്ക് കുറയുകയും ചെയ്തു. ഈ നീണ്ട വ്യാപാര സംഘർഷത്തിന് അയവ് വരുത്തുന്ന ഒരു നിർണായക വഴിത്തിരിവാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങും തമ്മിൽ നടക്കാനിരിക്കുന്ന നിർണായക കൂടിക്കാഴ്ചയ്ക്ക് ദിവസങ്ങൾ മുമ്പ് തന്നെ യുഎസ് ഭരണകൂടം ചൈനീസ് ഇറക്കുമതിക്ക് ഏർപ്പെടുത്താൻ ഉദ്ദേശിച്ചിരുന്ന പുതിയ തീരുവ ഭീഷണി പിൻവലിച്ചു. ഇത് വ്യാപാര യുദ്ധം അവസാനിക്കുന്നതിന്റെ വ്യക്തമായ സൂചനയാണ് നൽകുന്നത്. ഈ തീരുമാനം പെട്ടെന്നുണ്ടായതല്ല, മറിച്ച് ഇരുപക്ഷവും നടത്തിയ തീവ്രമായ നയതന്ത്ര ചർച്ചയുടെ ഫലമാണ്. ഉന്നതതല ചർച്ചകളും നയതന്ത്ര വിജയവും ഈ വഴിത്തിരിവിന് കാരണമായത് ക്വാലാലംപൂരിൽ നടന്ന ആസിയാൻ ഉച്ചകോടിക്കിടെ നടന്ന 2 ദിവസം നീണ്ട ഉന്നതതല ചർച്ചകളാണ്. യുഎസ് ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റ്, യുഎസ് വ്യാപാര പ്രതിനിധി ജാമിസൺ ഗ്രീർ എന്നിവർ നയിച്ച അമേരിക്കൻ പ്രതിനിധി സംഘവും ചൈനീസ് വൈസ് പ്രീമിയർ ഹേ ലൈഫെങ് നയിച്ച ചൈനീസ് സംഘവും തമ്മിലാണ് ചർച്ചകൾ നടന്നത്. ചൈനയുടെ ഔദ്യോഗിക വാർത്താ ഏജൻസിയായ സിൻഹുവയാണ് ഈ ചർച്ചകളെ കുറിച്ചുള്ള വിവരങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. ചർച്ചകൾക്ക് ശേഷം ചൈനീസ് വൈസ് പ്രീമിയർ ഹേ ലൈഫെങ് ഈ കൂടിക്കാഴ്ചകളെ വ്യക്തവും ആഴത്തിലുള്ളതുമെന്നാണ് വിശേഷിപ്പിച്ചത്. ഇത് ഇരു രാജ്യങ്ങളും തമ്മിൽ നിലനിന്നിരുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ ലഘൂകരിക്കുന്നതിൽ ചർച്ചകൾ എത്രത്തോളം നിർണായകമായി എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. താരിഫ് നിരക്കുകൾ, ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതി നിയന്ത്രണങ്ങൾ, കാർഷിക വ്യാപാരം തുടങ്ങിയ അതീവ നിർണായകമായ വിഷയങ്ങൾ ഇരുപക്ഷവും വിശദമായി അവലോകനം ചെയ്തു. ഈ പ്രധാന വിഷയങ്ങളിൽ ധാരണയിലെത്താൻ സാധിച്ചുവെന്നത് വലിയൊരു നയതന്ത്ര വിജയമായി കണക്കാക്കപ്പെടുന്നു. ചൈനീസ് വൈസ് പ്രീമിയറുടെ വാക്കുകൾ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സാമ്പത്തിക ബന്ധത്തിന്റെ അടിസ്ഥാന തത്വങ്ങളെ ഊട്ടിയുറപ്പിക്കുന്നതായിരുന്നു. ബീജിംഗും വാഷിംഗ്ടണും തമ്മിലുള്ള സാമ്പത്തിക ബന്ധത്തിന്റെ അടിത്തറ പരസ്പരം നേട്ടത്തിലാണ്. ഇരു രാജ്യങ്ങളും സഹകരണത്തിൽ നിന്ന് നേട്ടമുണ്ടാക്കുകയും ഏറ്റുമുട്ടലിൽ നിന്ന് നഷ്ടമുണ്ടാക്കുകയും ചെയ്യുന്നു. ഈ പ്രസ്താവന വ്യാപാര യുദ്ധം ആർക്കും ഗുണകരമല്ലെന്നും സഹകരണത്തിന്റെ പാതയാണ് മുന്നോട്ടുള്ള വളർച്ചയ്ക്ക് ഉചിതമെന്നും ഇരു രാജ്യങ്ങളും തിരിച്ചറിയുന്നതിന്റെ സൂചനയാണ്. ഈ ചർച്ചയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഫലം നവംബർ 1 മുതൽ ചൈനീസ് ഇറക്കുമതിക്ക് 100% തീരുവ ഏർപ്പെടുത്താനുള്ള പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ തീരുമാനം പിൻവലിച്ചതാണ്. യുഎസ് ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റ് തന്നെയാണ് ഈ ഭീഷണി ഇല്ലാതായതായി സ്വീകരിച്ചത്. CNN റിപ്പോർട്ട് ചെയ്തതനുസരിച്ച് ഈ മാസം ആദ്യം രൂക്ഷമായിരുന്ന വ്യാപാര സംഘർഷം ലഘൂകരിക്കുന്നതിനാണ് ഇരു രാജ്യങ്ങളും ഇപ്പോൾ മുൻഗണന നൽകുന്നത്. തീരുവ പിൻവലിക്കൽ എന്നത് ആഗോള സാമ്പത്തിക വിപണിക്ക് വലിയ ആശ്വാസമാണ് നൽകുന്നത്. കാരണം ഈ തീരുമാനം നടപ്പിലാക്കിയിരുന്നെങ്കിൽ ഉൽപാദന ചെലവ് കുതിച്ചുയരുകയും ആഗോളതലത്തിൽ സാമ്പത്തിക വളർച്ചയെ പ്രതികൂലമായി ബാധിക്കുകയും ചെയ്യുമായിരുന്നു. വിമർശനങ്ങളിൽ നിന്നും പ്രശംസയിലേക്ക് ഈ സംഭവ വികാസങ്ങൾ ഏറ്റവും ശ്രദ്ധേയമായത് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നിലപാടുകളിലെ മാറ്റമാണ്. ഏപ്രിലിൽ ചൈനയെ അമേരിക്കയ്ക്ക് ഏറ്റവും വലിയ ഭീഷണി എന്നാണ് അദ്ദേഹം വിശേഷിപ്പിച്ചത്. പതിറ്റാണ്ടുകളായി അവർ അമേരിക്കയെ വഞ്ചിച്ചുകൊണ്ടിരിക്കുന്നുവെന്ന് കുറ്റപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് 145% തീരുവ ചുമത്താൻ തീരുമാനിച്ചു. എന്നാൽ മാസങ്ങൾക്കകം അദ്ദേഹത്തിന്റെ നിലപാടുകൾക്ക് മാറ്റം വന്നു. ചൈനയ്ക്കെതിരായ താരിഫ് ഉയർത്തുന്നത് ട്രംപ് താൽക്കാലികമായി നിർത്തിവെച്ചു. മാത്രമല്ല, ചൈനയ്ക്കുള്ള താരിഫ് നിരക്ക് 30%ആയി പരിമിതപ്പെടുത്തി. ഇതിലുപരി അദ്ദേഹം ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങിനെ ശക്തനായ നേതാവ് എന്ന് പ്രശംസിക്കുകയും ചെയ്തു. ഒരു രാജ്യത്തെ ഏറ്റവും വലിയ ഭീഷണിയായി കണക്കാക്കിയ ശേഷം അതിന്റെ നേതാവിനെ പ്രശംസിക്കുന്ന ഈ നിലപാട് മാറ്റം നയതന്ത്രപരമായ ആവശ്യകതകളെയും ഒരു വ്യാപാര കരാറിൽ എത്താനുള്ള ട്രംപിന്റെ തീവ്രമായ ആഗ്രഹത്തെയും സൂചിപ്പിക്കുന്നു. രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധം സംഘർഷത്തിൽ നിന്ന് സഹകരണത്തിലേക്ക് മാറുന്നതിന്റെ ഒരു പ്രധാന ലക്ഷണമായും ഇതിനെ കാണാം. ആസിയാൻ ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി മലേഷ്യയിലെത്തിയ ട്രംപിന്റെ വിദേശയാത്രയുടെ പ്രധാന ലക്ഷ്യം ചൈനീസ് പ്രസിഡന്റുമായുള്ള കൂടിക്കാഴ്ചയാണ്. ഒക്ടോബർ 30-ന് ദക്ഷിണ കൊറിയയിൽ വെച്ചാണ് ഷീ ജിൻപിങ്ങുമായുള്ള ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന കൂടിക്കാഴ്ച നടക്കുന്നത്. ഈ നിർണായക ചർച്ചകൾക്ക് മുന്നോടിയായി മാധ്യമ പ്രവർത്തകരുമായി സംസാരിക്കവേ ചൈനയുമായി നമുക്കൊരു കരാറിലെത്താൻ കഴിയുമെന്ന് ഞാൻ കരുതുന്നുവെന്ന് ട്രംപ് ശുഭാപ്തി വിശ്വാസം പ്രകടിപ്പിച്ചു. ഈ ശുഭാപ്തി വിശ്വാസം ക്വാലാലംപൂരിൽ നടന്ന ചർച്ചകളിൽ കാര്യമായ പുരോഗതി ഉണ്ടായിട്ടുണ്ട് എന്നതിന്റെ സൂചനയാണ്. ജനുവരിയിൽ വീണ്ടും അധികാരമേറ്റതിനു ശേഷം ട്രംപിന്റെ ഏറ്റവും ദൈർഘ്യമേറിയ വിദേശ യാത്രയാണിത്. യുക്രൈൻ റഷ്യ യുദ്ധം, ഇസ്രയേൽ ഗാസ സംഘർഷം തുടങ്ങിയ ആഗോള വെല്ലുവിളികൾ നിലനിൽക്കുന്ന സാഹചര്യത്തിലും ട്രംപിന്റെ രണ്ടാമത്തെ ടീമിലെ വിദേശ നയ നേട്ടങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായി കണക്കാക്കുന്നത് ചൈനയുമായി ഒരു വ്യാപാര കരാറിൽ എത്തുക എന്നതാണ്.
ഈ യാത്രയുടെ കാതൽ ഷീ ജിൻപിങ്ങുമായുള്ള കൂടിക്കാഴ്ചയാണെന്നതിൽ സംശയമില്ല. നിലവിലുള്ള ആഗോള രാഷ്ട്രീയ സാഹചര്യങ്ങൾക്കിടയിൽ ചൈനയുമായി ഒരു നല്ല ബന്ധം സ്ഥാപിക്കുന്നത് തന്റെ ഭരണ നേട്ടമായി ഉയർത്തിക്കാട്ടാൻ ട്രംപ് തീവ്രമായി ശ്രമിക്കുന്നുണ്ട്. അമേരിക്ക ചൈന വ്യാപാര യുദ്ധം ആഗോള സമ്പദ് വ്യവസ്ഥയിൽ ചെലുത്തിയ സ്വാധീനം വളരെ വലുതുമാണ്. ഈ യുദ്ധം ലോകമെമ്പാടുമുള്ള ഉൽപാദന മേഖലകളെയും വിതരണ ശൃംഖലകളെയും തകിടം മറിച്ചു. ഇരു രാജ്യങ്ങൾക്കുമിടയിലെ ഇറക്കുമതി കയറ്റുമതി കുറഞ്ഞത് നിരവധി രാജ്യങ്ങളിലെ വളർച്ചാ നിരക്കിനെ ബാധിച്ചു. ഇപ്പോൾ ഒരു വ്യാപാര ഉടമ്പടിക്ക് സാധ്യത തെളിയുന്നത് ആഗോള സമ്പദ് വ്യവസ്ഥയ്ക്ക് വലിയ ഉത്തേജനം നൽകുന്നു. താരിഫുകൾ പിൻവലിക്കുമ്പോൾ ഉൽപ്പന്നങ്ങളുടെ വില കുറയാനും ഉപഭോഗം വർദ്ധിപ്പിക്കാനും സാധ്യതയുണ്ട്. ട്രംപും ഷീ ജിൻപിങ്ങും തമ്മിലുള്ള കൂടിക്കാഴ്ചയുടെ വിജയം ഇരു രാജ്യങ്ങൾക്കും അത്യന്താപേക്ഷിതമാണ്. ഒരു സമ്പൂർണ്ണ വ്യാപാര കരാർ യാഥാർത്ഥ്യമായാൽ അത് US ചൈന സാമ്പത്തിക ബന്ധത്തിൽ പുതിയൊരു അധ്യായത്തിന് തുടക്കം കുറിക്കും. കാർഷിക ഉൽപ്പന്നങ്ങൾ, സാങ്കേതിക വിദ്യ, ബുദ്ധിപരമായ സ്വത്തവകാശ സംരക്ഷണം തുടങ്ങിയ വിഷയങ്ങളിൽ വ്യക്തമായ ഉടമ്പടികൾ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ വഴിത്തിരിവ് സൂചിപ്പിക്കുന്നത് സാമ്പത്തിക നേട്ടങ്ങൾക്ക് രാഷ്ട്രീയപരമായ അഭിപ്രായ വ്യത്യാസങ്ങളെക്കാൾ മുൻഗണന നൽകാൻ ഇരു രാജ്യങ്ങളും തയ്യാറാണ് എന്നതാണ്. സഹകരണത്തിന്റെ പ്രാധാന്യം തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള ഈ നയതന്ത്ര നീക്കം ആഗോള രാഷ്ട്രീയത്തിലും സാമ്പത്തിക രംഗത്തും സമാധാനപരവും സുസ്ഥിരവുമായ ബന്ധങ്ങൾക്ക് ഊന്നൽ നൽകും. ഒക്ടോബർ 30-ന് ദക്ഷിണ കൊറിയയിൽ നടക്കുന്ന ട്രംപ് ഷീ ജിൻപിങ് കൂടിക്കാഴ്ചയുടെ ഫലമാണ് ഇനി ലോകം ഉറ്റുനോക്കുന്നത്. ആ കൂടിക്കാഴ്ചയുടെ വിജയമാണ് അമേരിക്കൻ ചൈനീസ് വ്യാപാര യുദ്ധത്തിന് അന്തിമ വിരാമം കുറിക്കുന്നത്.